HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദിയ, നേഹ സനിൽകുമാർ, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശ്രീനാരായണ ഗുരു മഹാനായ സന്യാസി. ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച ഇന്നും പ്രസക്തം. അശ്വാരൂഢ സേനയിൽ പട്ടാളച്ചിട്ടയുടെ കുളമ്പടി. വ്യാജ സർട്ടിഫിക്കറ്റ്, ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. മലയാളികളിൽ ഹീമോഗ്ലോബിൻ വർദ്ധിച്ചു, രക്തദാനം മുടങ്ങുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. സിറിയയിലെ ദേവാലയത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. തലവൂർ സ്കൂളിന് 3 സിന്ദൂരം. ദേവി വിലാസം സ്കൂളിൽ സിന്ധു സംഗമം. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ തുറന്നടിച്ച് ഗവർണർ. നടപടി പ്രോട്ടോകോൾ ലംഘനം. ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് കളിച്ചേക്കില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ശ്രീനാരായണ ഗുരു മഹാനായ സന്യാസി. ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച ഇന്നും പ്രസക്തം. ഗുരുദേവ ദർശനം അടിസ്ഥാനമാക്കിയാണ് ഭാരതത്തെ വികസിത രാഷ്ട്രമെന്ന സ്വപ്നത്തിലേക്ക് നയിക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗുരുദേവനും ഗാന്ധിജിയും 1925 ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷം ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഗുരുദേവൻ വഴികാട്ടിയാണ്. ഗുരുദേവനെ ഓർത്താണ് സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരും ചൂഷിതരും പിന്നാക്കം നിൽക്കുന്നവരുമായ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രധാന തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഐക്യം, സമത്വം, സത്യം, സേവനം, സൽസ്വഭാവം എന്നിവയിലായിരുന്നു ഗുരുദേവന്റെ ബോധ്യം. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. അശ്വാരൂഢ സേനയിൽ പട്ടാളച്ചിട്ടയുടെ കുളമ്പടി. കേരള പോലീസിന്റെ അശ്വാരൂഢ സേനയ്ക്ക് ഇനി പട്ടാളച്ചിട്ടയുടെ കുളമ്പടി. കുതിര പോലീസിന്റെ ഗ്ലാമർ കൂട്ടാൻ 3 കുതിരകളെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ എത്തിച്ചത്. UP-യിലെ സൈനിക ക്യാമ്പിൽ തീവ്ര പരിശീലനം നേടിയ കുതിരകളാണ് ഇവ. ഇതോടെ അശ്വാരൂഢ സേനയിലെ കുതിരകളുടെ എണ്ണം 14ആയി. വ്യാജ സർട്ടിഫിക്കറ്റ്, ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സംസ്ഥാന വ്യാപകമായ ഹെൽത്ത് കാർഡ് പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും നിർദ്ദേശം നൽകി. പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന് ഒരു ലാബിൽ നിന്നും ഒന്നിച്ച് വ്യാജ ഹെൽത്ത് കാർഡുകൾ നൽകിയെന്ന സംശയം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായ പരിശോധനകൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ പ്രകാരം ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഹെൽത്ത് കാർഡ് എടുക്കുന്നവർക്ക് സഹായകരമായി കാരുണ്യ ഫാർമസികൾ വഴി വളരെ കുറഞ്ഞ നിരക്കിൽ ടൈഫോസ് വാക്സിൻ ലഭ്യമായിരിക്കുന്നു. ഹെൽത്ത് കാർഡ് ഇല്ലാതെയോ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായോ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മലയാളികളിൽ ഹീമോഗ്ലോബിൻ വർദ്ധിച്ചു, രക്തദാനം മുടങ്ങുന്നു. 1/4 നൂറ്റാണ്ടിനിടെ ജീവിതശൈലിയിലും തൊഴിൽ സംസ്കാരത്തിലും കേരളത്തിലുണ്ടായ മാറ്റങ്ങളുടെ പാർശ്വഫലമായി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഉയരുന്നതായി ആരോഗ്യ വിദഗ്ധർ. ഇതുകാരണം രക്തദാനത്തിന് തയ്യാറായി വരുന്ന പലരെയും മടക്കി അയക്കേണ്ടി വരുന്നു. ബ്ലഡ് ബാങ്കിൽ നിന്ന് തിരിച്ചയക്കേണ്ടി വരുന്ന ദാതാക്കളിൽ പലരുടെയും ഹീമോഗ്ലോബിൻ അളവ് 17 മുതൽ മുകളിലേക്കാണ്. നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ നിർബന്ധന പ്രകാരം രക്തദാനം ചെയ്യാൻ കുറഞ്ഞത് 12.5 ഗ്രാം പെർ ഡെസിലിറ്റർ HB മതി. 16 ഗ്രാം പെർ ഡെസിലിറ്റർ വരെയുള്ളവരുടെ രക്തം സ്വീകരിക്കാറുണ്ടെന്ന് ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ N. വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത.
ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാം. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സിറിയയിലെ ദേവാലയത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. 63 പേർക്ക് പരിക്കേറ്റു. ഡമാസ്കസിലെ മാർ ഏലിയാസ് ദേവാലയത്തിലാണ് സ്ഫോടനമുണ്ടായത്. ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയ ശേഷം ഡമാസ്കസിൽ നടക്കുന്ന ആദ്യ ചാവേർ ആക്രമണമാണിത്. ഭീകരസംഘടനയായ IS ആണ് ചാവേർ ആക്രമണത്തിന് പിന്നിലെന്നും പള്ളിയിൽ പ്രവേശിച്ച ചാവേർ തുടരെ വെടിയുതിർത്ത ശേഷം സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചാവേറിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. തലവൂർ സ്കൂളിന് 3 സിന്ദൂരം. ദേവിവിലാസം സ്കൂളിൽ സിന്ധു സംഗമം. തലവൂർ ദേവിവിലാസം സ്കൂളിലെത്തി സിന്ധു ടീച്ചറെ കാണണമെന്ന് പറഞ്ഞാൽ കുട്ടികളും അധ്യാപകരും കണ്ണുമിഴയ്ക്കും. ഏത് സിന്ധു ടീച്ചറെ അവർ ചോദിക്കും. ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളും സിന്ധു. പത്തനാപുരം തലവൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ത്രിവേണി സംഗമം. ഇക്കൊല്ലമാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി S സിന്ധുവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി B സിന്ധുവും ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്ററായി സിന്ധു K നായരും ചുമതലയേറ്റത്. ഒരു കെട്ടിടത്തിന്റെ 3 3 വിഭാഗവും പ്രവർത്തിക്കുന്നത്. മുകളിലത്തെ സിന്ധു, താഴത്തെ സിന്ധു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം പരിഹരിക്കേണ്ട സ്ഥിതിയാണ്. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ തുറന്നടിച്ച് ഗവർണർ. നടപടി പ്രോട്ടോകോൾ ലംഘനം. പ്രോട്ടോകോൾ ലംഘന വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ തുറന്നടിച്ച് ഗവർണർ. മുഖ്യമന്ത്രി പിണറായി വിജയനു നൽകിയ കത്തിൽ ഭാരതാംബ വിഷയത്തിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പുരസ്കാര വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കത്തിലുണ്ട്. ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് കളിച്ചേക്കില്ല. ഇംഗ്ലണ്ടിനെതിരെ എഡ്ജ്ബാസ്റ്റിൽ നടക്കുന്ന 2ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് പേസ് ബൗളിംഗ് കുന്തമുനയായ ജസ്പ്രീത് ബുംറയുടെ സേവനം നഷ്ടമായേക്കും. ഹെഡിംഗ്ലി ടെസ്റ്റിൽ 44 ഓവറുകൾ എറിഞ്ഞ ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുന്നതിനെക്കുറിച്ച് ടീം മാനേജ്മെന്റ് പരിഗണിക്കുന്നതിനാണിത്. ജൂലൈ 10 ലോർഡ്സിൽ നടക്കുന്ന 3ാം ടെസ്റ്റിൽ ബുംറ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുംറയുടെ അഭാവത്തിൽ ആദ്യ ടെസ്റ്റിലെ 4ാം ഇന്നിംഗ്സിൽ 371 റൺസ് പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ബൗളിംഗ് ആക്രമണത്തിൽ മുഹമ്മദ് സിറാജ് നേതൃത്വം നൽകേണ്ടി വരും. പ്രസിദ്ധ് കൃഷ്ണയും ഷാർദുൽ താക്കൂറും സ്ഥിരതയാർന്ന ലൈനും ലെങ്തും നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടതും ഇംഗ്ലണ്ട് ഓപ്പണർമാരായ ഡക്റ്റും ക്രൗലിയും അവസാനത്തെ ദിവസം ആധിപത്യം പുലർത്തിയതും ഇന്ത്യയുടെ ബൗളിങ്ങിനെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ബുംറയ്ക്ക് പകരം 6 പേസ് നിരയിലേക്ക് എത്തുമെന്ന് കണ്ടറിയണം. സ്പേസ് സ്റ്റേഷനിൽ ആദ്യ ഇന്ത്യക്കാരൻ. നമസ്കാരം ഫ്രം സ്പേസ്. ശുഭാംശു ശുക്ലയുടെ സന്ദേശം. പിന്നാലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യ ഭാരതീയന്റെ പ്രവേശം. 140 കോടി ഭാരതീയരുടെ അഭിമാനം വാനം തൊട്ട നിമിഷം. വ്യാഴാഴ്ച വൈകിട്ട് 6ഓടെയാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട 4-അംഗ സംഘം നിലയത്തിൽ പ്രവേശിച്ചത്. ദേശീയപതാക നെഞ്ചിൽ പതിച്ചിരുന്നു ശുഭാംശു. ഇനി 2 ആഴ്ച ഇവിടെ കഴിയും. പരീക്ഷണങ്ങൾ നടത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:01 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെനഡി സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. 28 മണിക്കൂറിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് 3:59 പേടകം ബഹിരാകാശ നിലയത്തിൽ അടുത്തെത്തി. 5 മീറ്റർ അകലെ നിലയുറപ്പിച്ചു. പിന്നെ പതിയെ നീങ്ങി ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിൽ ഡോക്ക് ചെയ്തു. തുടർന്ന് ഹാർഡ് ക്യാപ്ചർ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഇക്കാര്യം സ്പേസ് എക്സ് ലൈവ് ഫീഡിലൂടെ അറിയിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരു മഹാനായ സന്യാസി. ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച ഇന്നും പ്രസക്തം. അശ്വാരൂഢ സേനയിൽ പട്ടാളച്ചിട്ടയുടെ കുളമ്പടി. വ്യാജ സർട്ടിഫിക്കറ്റ് ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. മലയാളികളിൽ ഹീമോഗ്ലോബിൻ വർദ്ധിച്ചു. രക്തദാനം മുടങ്ങുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത.
സിറിയയിലെ ദേവാലയത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. തലവൂർ സ്കൂളിന് 3 സിന്ദൂരം, ദേവിവിലാസം സ്കൂളിൽ സിന്ധു സംഗമം. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ തുറന്നടിച്ച് ഗവർണർ. നടപടി പ്രോട്ടോകോൾ ലംഘനം. ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് കളിച്ചേക്കില്ല. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സദസനിത പനിത മഗ മഗരിസ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സദസനിത പനിത മഗ മഗരിസ. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. സദസനിത പനിത മഗ മഗരിസ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇറാൻ വിദേശകാര്യമന്ത്രി ആരാണ്? അബ്ബാസ് അറാഗ്ചി. സദസനിത പനിത മഗ മഗരിസ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. സദസനിത പനിത മഗ മഗരിസ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സദസനിത പനിത മഗ മഗരിസ. നമസ്തേ. ശിവഗിരി HS റേഡിയോയിൽ ഇന്ന് അറിവിൻ്റെ ലോകം പരിപാടിയിൽ ഒരു കുഞ്ഞു കഥയുമായി എത്തുന്നത് സമാ സുനിൽ. സദസനിത പനിത മഗ മഗരിസ. കുരുവിയും കാട്ടുതീയും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർപ്പിക്കുന്ന ആനന്ദ് പുനരാഖ്യാന ചെയ്ത നാടോടി കഥയാണ് കുരുവിയും കാട്ടുതീയും. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തർക്കും അവരുടെ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന കഥയാണിത്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന പോലെ ഒറ്റയ്ക്ക് പൊരുതുന്ന കുരുവിയെയാണ് ആനന്ദ് ചിത്രീകരിക്കുന്നത്. കാട്ടിൽ തീ പടർന്നപ്പോൾ തീ അണയ്ക്കാനായി ഒരു കൊച്ചു കുരുവി തൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ച് എത്തിക്കുന്നു. ഇത് പലതവണ ആവർത്തിക്കുന്നു. കുരുവിയുടെ ആത്മാർത്ഥമായ ശ്രമത്തെ മഴദേവൻ പോലും പരിഹസിക്കുകയാണ് ചെയ്തത്. ഇത്രയും ചെറുതായ നിന്നെക്കൊണ്ടെങ്ങനെ കാട്ടുതീ കെടുത്താനാകും എന്ന മഴദേവൻ്റെ ചോദ്യത്തിന് തന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു എന്ന മറുപടിയാണ് കുരുവി നൽകുന്നത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടർന്നു കൊച്ചു കുരുവി മഴദേവന് പോലും മാതൃകയാകുന്ന ഒരു പ്രതീകമായി മാറുന്നു. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.